പ്രിയപ്പെട്ട കെ സുരേന്ദ്രൻ അവർകളോട്, അതിനേക്കാൾ പ്രിയപ്പെട്ട സഖാക്കളോട്, യു ഡി എഫിനോട്, സതീശനോട്, വി ഡി സതീശനോട്, സകലമാന പേരോടും ഒരു അഭ്യർത്ഥന ഉണ്ട് കേട്ടോ. അഭ്യർത്ഥന വേറൊന്നുമല്ല. നിങ്ങൾ ഈ സവർക്കറെ പഠിപ്പിക്കും, ഗഡ്ഗേവാറെ പഠിപ്പിക്കും, ഡോക്ടർ ഗഡ്ഗേവാറെ പഠിപ്പിക്കുമെന്ന് കെ സുരേന്ദ്രൻ, സവർക്കറേയും ഗഡ്ഗേവാറേയും പഠിപ്പിക്കില്ല എന്ന് തോമസ് ഐസക്ക്, ശിവൻകുട്ടി പറഞ്ഞു ഒരു കാരണവശാലും അവരെ ആരും പഠിപ്പിക്കത്തില്ല എന്ന്. ദൈവം, നിങ്ങൾ ആരെയും പഠിപ്പിക്കണ്ട. നിങ്ങൾ സവർക്കറേയും പഠിപ്പിക്കണ്ട, ഗഡ്ഗേവാറേയും പഠിപ്പിക്കണ്ട, നിങ്ങൾ ബാബറേയും പഠിപ്പിക്കണ്ട, അക്ബറേയും പഠിപ്പിക്കണ്ട. നിങ്ങൾ ഇതെല്ലാം കളയൂ. ഇത് ഹിസ്റ്ററി പഠിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ വേണമെങ്കിൽ പഠിച്ചോട്ടെ. പൊതുവായ കുട്ടികളെയൊക്കെ നിങ്ങൾ ശാസ്ത്രം പഠിപ്പിക്കൂ. പുതിയ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിൻ്റെ ചന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി ലോകം ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന കുറേ പഠനങ്ങളും ചൊവ്വയിലേക്ക് പോകാനൊക്കെ ലോകം വളരെ സജീവമായി നിൽക്കുന്ന സമയത്താണ് ബാബർ മുറിച്ചോ, ഇതിനിടയ്ക്ക് ഒരു മാളവിക, പ്രൊഫസർ മാളവിക എന്ന് പറഞ്ഞൊരു മാഡം, ഇതിനിടയ്ക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ മറ്റുമാണ്, അവരിങ്ങനെ ഒരു വലിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ വന്നിരിക്കുകയാണ്. NCERT ബുക്കിൽ നിന്ന് ചിലരെയൊക്കെ ഒഴിവാക്കി, ചിലരെയൊക്കെ കയറ്റി. ഈ കയറ്റിയത് കൊടുത്ത് കളയണമെന്നേ. കുട്ടികളെ നല്ല മാനേജ്മെൻറ്റ് പഠിപ്പിക്കുക, നല്ല പരിസ്ഥിതിയെക്കുറിച്ച് പഠിപ്പിക്കുക, നല്ല ജാതിമത ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങൾ പഠിപ്പിക്കുക, അതുപോലെ തന്നെ ശാസ്ത്രം പഠിപ്പിക്കുക, അങ്ങനെയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ പഠിപ്പിക്കുക, കുട്ടികളെ കണ്ടുപിടിക്കാൻ തയ്യാറാക്കുക. അങ്ങനെയുള്ള ആധുനിക മാനേജ്മെൻറ്റും ശാസ്ത്രവും ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്നേ. നമ്മളിവിടെ പണ്ട് എന്താണ് പാളയപ്പെടുത്തതും പാളയത്തൂറിയതും പണ്ടോട്ട് പോയതൊക്കെ അതൊക്കെ കഴിഞ്ഞെന്നേ. ഈ നൂറ്റാണ്ടിൽ അതിനെന്താ പ്രസക്തി? ഈ നൂറ്റാണ്ടിൽ പഴയ കാലത്ത് ഇവിടെ അന്നുണ്ടായിരുന്നു, ചാന്നാർലകളെ ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അതെല്ലാം ചരിത്രത്തിൽ വായിക്കാൻ കൊള്ള ഒരു തമാശയ്ക്ക് വായിച്ചെടുക്കാൻ കൊള്ളാം എന്നുള്ള. നമ്മുടെ നിത്യജീവിതത്തിൽ ഇവിടെ 45 ലക്ഷത്തിന് തൊഴിലില്ല. ചാന്നാർലകൾ ആരെന്ത് നടത്തിയാലും നമുക്കിപ്പോൾ എന്താ കാര്യം? ഇവിടെ ഗുരുദേവൻ അങ്ങനെ ചെയ്തു, ഗുരുദേവൻ ഇങ്ങനെ ചെയ്തു, നടക്കാൻ പറ്റില്ലായിരുന്നു, ചട്ടമ്പിസ്വാമി അതുവഴി പോയി, പിന്നെ അറ്റയാൾ ഇതുവഴി പോയി, വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞു. ഇതെല്ലാം ഒരു രസത്തിനൊരു ഫാൻറ്റസി പോലെ വായിക്കാൻ കൊള്ളാം. ഈ കാലഘട്ടത്തിൽ വേണ്ടത് അതല്ല. ഈ കാലഘട്ടത്തിൽ വേണ്ടത് അത്യാധുനിക ശാസ്ത്രം പഠിക്കട്ടെ കുട്ടികൾ, അത്യാധുനികമായ മാനേജ്മെൻറ്റ് ടെക്നിക്കൽ കുട്ടികൾ പഠിക്കട്ടെ, പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കട്ടെ, ക്ലൈമാറ്റ് ചേഞ്ചിനെക്കുറിച്ച് പഠിക്കട്ടെ, കാലാവസ്ഥാ മാറ്റത്തിനുള്ള ദുരന്തത്തെക്കുറിച്ച് പഠിക്കട്ടെ. അങ്ങനെ പുതിയ കാലഘട്ടത്തിൽ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കട്ടെ, ആറ്റിറ്റ്യൂഡണൽ ചേഞ്ചിനെ കുറിച്ച് പഠിക്കട്ടെ, മനോഭാവത്തെക്കുറിച്ച് പഠിക്കട്ടെ, മോട്ടിവേഷൻ എല്ലാവർക്കും കിട്ടട്ടെ, ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിക്കട്ടെ. അങ്ങനെ പുതിയ തലമുറ അങ്ങനെ വളർന്നു വരട്ടെന്നേ. ഇതിന് അവസരം ഒരുക്കില്ല. എല്ലാത്തിലും കുത്തിവെക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിനും കുറേ സാധനങ്ങൾ കുത്തിവെക്കാൻ നടക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ്റും കുറേ സാധനങ്ങൾ കുത്തിവെക്കാൻ നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി വേറെ കുറച്ച് പേരും എല്ലാവരും സിലബസ് വഴിയാണ് പിള്ളേരെ ഇപ്പോൾ ബോധവൽക്കരിക്കുന്നത്. ഇതൊന്നും പിള്ളേരെ പഠിപ്പിക്കേണ്ടതേ. അതൊക്കെ അതിൻ്റെ വഴിക്ക്, മതത്തിൻ്റെ വഴിക്ക് പോട്ടെ, ചരിത്രത്തിൻ്റെ വഴി പോട്ടെ. ഇനിയിപ്പോൾ പണ്ട് ബാബർ വന്നതും, ബാബറി മസ്ജിദ് ഇടിച്ചതും, രാമക്ഷേത്രം പണിതതും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളിൽ ഒരുപാട് വിദ്വേഷം ഉണ്ടാക്കാന്നുള്ള അല്ലാതെ വല്ല കാര്യമുണ്ടോ പുതിയ തലമുറയിൽ? ഒരു കാരണവശാലും ഇതൊന്നും അനുവദിക്കരുത്. ഇതെല്ലാം എടുത്ത് മാറ്റണം സിലബസിൽ നിന്ന്. അത് NCERTയുടെ സിലബസായാലും കൊള്ളാം, SCERTയുടെ സിലബസ് ആയാലും കൊള്ളാം, കേരള സിലബസ് ആയാലും കൊള്ളാം, അംഗനവാടി സിലബസ് ആയാലും കൊള്ളാം, കോളേജ് സിലബസ് ആയാലും, ഇതെല്ലാം ചുമന്ന് മാറ്റണം. ഹിസ്റ്ററി പുസ്തകത്തിൽ കുട്ടികൾ മുതിർന്നതിന് ശേഷം, കുട്ടികൾ +2 എല്ലാം കഴിഞ്ഞ് മുതിർന്നതിന് ശേഷം ഡിഗ്രിക്ക് പോയി പഠിക്കുമ്പോൾ അവർ ഹിസ്റ്ററിയൊക്കെ അന്വേഷിച്ചിട്ട് പോകട്ടെ. ഇന്ത്യ ചരിത്രവും ലോക ചരിത്രമൊക്കെ അവർ പഠിച്ചോട്ടെ. അല്ലാതെ ഇതൊന്നും പഠിപ്പിച്ച് കുട്ടികളുടെ സമയം കളയരുതെന്നേ. കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കണം, ശാസ്ത്രബോധം പഠിപ്പിക്കണം, മാനേജ്മെൻറ്റ് പഠിപ്പിക്കണം, മോഡേൺ മാനേജ്മെൻറ്റിൽ എങ്ങനെ ജീവിക്കുമെന്ന് പഠിപ്പിക്കണം, ആധുനിക കാലത്തെ പ്രശ്നങ്ങൾ എങ്ങനെ മാനസികമായി പരിഹാരമുണ്ടാക്കുമെന്ന് കുട്ടികളെ പഠിപ്പിക്കണം, കുട്ടികൾക്ക് മാനസിക ആരോഗ്യം കൊടുക്കണം, പരിസ്ഥിതിയുടെ ആരോഗ്യം കൊടുക്കണം. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നേ. അല്ലാതെ ഹിന്ദുത്വ അജണ്ട, ഫാസിസ്റ്റ് അജണ്ട, സവർക്കറിനെ പഠിപ്പിക്കും, പിന്നെ ഗഡ്ഗേവാറെ പഠിപ്പിക്കും, ഇതൊന്നുമല്ല ആവശ്യം. പ്രിയപ്പെട്ട സുരേന്ദ്ര, പ്രിയപ്പെട്ട സഹാക്കളെ, പ്രിയപ്പെട്ട എല്ലാ നേതാക്കളോടും, കോൺഗ്രസിലെയും UDF ലെയും LDF ലെയും BJP ലെയും സകലമാന നേതാക്കളോടും പറയുന്നു, നിങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കൂ. ഇതൊന്നും അല്ല കുട്ടികൾ പഠിക്കേണ്ടത്. കുട്ടികൾ പഠിക്കേണ്ടത് ശാസ്ത്രവും മറ്റ് മാനവിക വിഷയങ്ങളും അതുപോലെ മാനേജ്മെൻറ്റ് വിഷയങ്ങളുമാണ്. അത് കുട്ടികൾ പഠിക്കട്ടെ. ഇതെല്ലാം ചവറ്റുകുട്ടിയെ കളയണമെന്ന് ഈ കാലം കഴിഞ്ഞെന്നേ.